ഞാൻ ഈ തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിൽ കണ്ണൂരൊക്കെ ബോംബിടുന്നുള്ള ചെറിയൊരു പ്രശ്നം ഇങ്ങനെ കേട്ടപ്പോ പോലീസുകാർ എന്റെ പിന്നാലെ. എന്തൊരു കഥ എന്റെ പ്രിയപ്പെട്ടവരെ. ഞാൻ അങ്ങോട്ട് എടുക്കുമ്പോൾ പോലീസുകാരന്റെ ബാഗ്, ഇങ്ങോട്ട് എടുക്കുമ്പോൾ പോലീസ്. അങ്ങനെ ഞാൻ ഒരു ചായക്കടയിൽ നിന്ന് ഒരു ടീ വാങ്ങി ഡിസ്പോസിബിൾ ഗ്ലാസ്സിൽ കുടിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ആ ഗ്ലാസ് വേസ്റ്റ് കൊട്ടയിലേക്ക് ഇട്ടപ്പോൾ പോലീസുകാർ ഓടി വന്നിട്ട് തോണ്ടി വെക്കുക ബോംബാണോ. ഞാൻ വിളിച്ചിട്ട് പോലീസുകാരോട് ചിരിച്ചിട്ട് പറഞ്ഞു, അതെ ഈ താടി കണ്ടിട്ടാണ് നിങ്ങൾ തെറ്റിദ്ധാരണ ഉണ്ടെങ്കിലേ അതൊരു ചായക്കപ്പാണ്. ബോംബ് വെക്കണ്ടോ ആൺകുട്ടികൾ ബോംബ് വെച്ച് പോകും, വേ നോക്കിക്കോളൂല്ലോ പിന്നില്, എന്റെ പിന്നാലെ നടക്കണ്ട. മദ്രാസിൽ ചെന്നു, ചെന്നൈയിൽ ചെന്നപ്പോ മെറ്റൽ ഡിറ്റക്ടർ വെച്ചിരിക്കുന്നു. അവിടെ നിന്ന് അങ്ങോട്ട് പ്രവേശിച്ചപ്പോ അവിടെ പോലീസുകാരൻ പറയാ, സാർ വാങ്ക സാർ ഇങ്ങ വാങ്ക സാർ. ഞാൻ ചോദിച്ചു എതുക്കാകെ? സാർ இந்த പെട്ടിക്കുള്ളിൽ ഏതാവതും ഇരിക്കുക, അவ்வளவுதான் ഇൻഫർമേഷൻ, പെട്ടി ഓപ്പൺ പണ്ടുക സാർ. അതിന് ഞാൻ പറഞ്ഞു എന്റെ ഡ്രസ്സ് അതിലുള്ളത് എന്ന് പറഞ്ഞിട്ട് അവർക്ക് വിശ്വാസമില്ല. ഓപ്പൺ പണ്ടുക സാർ. ഞാൻ തുറന്നാട് കൊടുത്തു. അപ്പൊ നോക്കുമ്പോ എന്റെ ഡ്രസ്സുകളായി കണ്ടപ്പോ സീക്രം ക്ലോസ് പണ്ടുക സാർ, പോങ്ക സാർ, മണ്ണിച്ചിടുങ്ക സാർ. എന്താ ഇത്? ലോകത്ത് ഒരു മുസ്ലിമിനോന്റെ ഡ്രസ്സ് പോലും വെക്കാൻ പറ്റില്ല. അമൃത എക്സ്പ്രസിൽ തിരുവനന്തപുരത്ത് നിന്ന് കയറി, ഒന്ന് മൂത്രമൊഴിക്കാൻ മുട്ടിയപ്പോ ബാത്റൂമിൽ കയറി. അപ്പൊ എന്റെ ബാഗ് S3 കമ്പാർട്ട്മെന്റിലെ 32 വെച്ചിട്ടുണ്ട്. ആളുകൾ ഭയങ്കര ബഹളം. ആ കമ്പാർട്ട്മെന്റിലുള്ള ഒരു ഭീകരവാദി എന്തോ കൊണ്ടുവച്ച് പോയിട്ടുണ്ട്. പോലീസുകാർ എന്നിട്ട് എന്റെ ബാത്റൂമിന് മരണം മുട്ടല. ഞാൻ തുറന്നിട്ട് ചോദിച്ചു, സാർ കമ്പനിക്ക് പോരുന്നോ? അല്ല, എന്താ അയാളോട് ചോദിക്കണ്ടേ? പോലീസുകാരനോട് കമ്പനിക്ക് പോരുന്നോ അല്ലാതെ ഒരു മൂത്രയ്ക്ക് ഒരു മുസ്ലിമിന് സ്വാതന്ത്ര്യം ഇല്ലെങ്കിൽ? ചെങ്ങൈമര ഇതൊക്കെ തെറ്റിദ്ധാരണയാണ്. ഇത് നമ്മൾ തിരുത്തണം. താടി പുണ്യത്തിന്റെ അടയാളമാണ്. പിന്നെയോ താടിക്ക് ഒരു മഹത്വം കൂടിയുണ്ട്. ഒരു സീറ്റൊക്കെ കിട്ടും ബസ്സിൽ, താടിയൊക്കെ വെച്ച് ബഹുമാന പുരസ്സരം അല്ലേ? ഇത്രേ ഉള്ളൂ. ആരും തെറ്റ്. മനസ്സല്ലേ കേടുവരുന്നത്? ചിത്തശുദ്ധി വരുത്തുക അല്ലേ? അല്ലേ? അശര്യമോ നോക്ക്, ഭഗവത്ഗീത ആത്മാവിന്റെ ശുദ്ധീകരണമല്ലേ പ്രൗഢം? അതല്ലേ ചെയ്യേണ്ടത്? അലാ ഫഇന്ന ഫിൽ ജസദി മുദ്അ ഇദാ സ്വലഹത് സ്വലഹൽ ജസദു കുല്ലുഹു വഇദാ ഫസദത് ഫസദൽ ജസദു കുല്ലുഹു അലാ വഹിയൽ ഖൽബ്. പ്രവാചകൻ പറയാൻ, മനുഷ്യ നീ അറിയുക, നിന്റെ ശരീരത്തിൽ ഒരു മാംസപിണ്ഡമുണ്ട്. അത് നന്നായ ശരീരം മുഴുവനും നന്നായി. അത് കേടുവന്നാലോ ശരീരം മുഴുവനും കേടുവന്നു. അത് നിന്റെ ഹൃദയമാണ്. മാഷേ നിങ്ങളുടെ ഹൃദയം മോശമാണ്. മാഷെ എത്ര കറുത്ത മനുഷ്യനാണെങ്കിലും എന്തൊരു ഹൃദയശുദ്ധി അല്ലേ? ആ ഹൃദയശുദ്ധിയാണ് മതം ആവശ്യപ്പെടുന്നത്. ഇതെല്ലാവരും മനസ്സിലാക്കണം. അപ്പൊ തമ്മ് തല്ലിയിട്ടൊന്നും നമ്മളാരും നേടിയിട്ടില്ല. തമ്മ് കണ്ടുകൂടായ മാത്രമേ ബാക്കിയുള്ളൂ. നിസാരമായ സംഗതിക്ക് തല്ലുണ്ടാക്കി കളയ മനുഷ്യർ. ഒന്ന് ക്ഷമിച്ചുകൂടെ? സഹിച്ചുകൂടെ? പുറത്തു കൊടുത്തുകൂടെ? വിട്ടുവീഴ്ച ചെയ്തുകൂടെ? നിങ്ങൾ നോക്ക്, പ്രവാചക തിരുമേനി എല്ലാവരും തെറ്റിദ്ധരിച്ച ഒരാളല്ലേ പ്രവാചകൻ. നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ യഥാർത്ഥത്തിൽ? ഒന്ന് പഠിച്ചു നോക്ക് നിങ്ങൾ. ശരിക്കും ആരോടും നമുക്ക് വിരോധമില്ലല്ലോ. ഏതാചാര്യന്മാരെ ഞങ്ങളൊക്കെ ആ കൂട്ടത്തിൽപ്പെട്ടവരാണ്. ഞാൻ കേരളത്തിലെ നവോത്ഥാന പ്രസ്ഥാനമായ മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഒരു മെമ്പറാണ്. മുജാഹിദ് പ്രസ്ഥാനം എന്ന പ്രസ്ഥാനങ്ങൾ കേട്ടിട്ടുണ്ടാവും. പിലാത്തറയിലൊക്കെ മുജാഹിദുകളുടെ സമ്മേളനം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. എല്ലാ സ്ഥലത്തും ഞങ്ങൾ ഒരു നവോത്ഥാന പ്രസ്ഥാനമാണ്. ഈ പ്രസ്ഥാനം നിങ്ങളോട് പറയുന്നതും ഇസ്ലാം നിങ്ങളോട് പറയുന്ന ഒന്നാണ്. എന്താ ഇവിടെ പറയുന്നത്? ഇതാ മനുഷ്യരെ തമ്മിൽ അറിയാതെ, അങ്ങനെയാണല്ലോ, അറിയാത്തതിന്റെ ശത്രുവാണ് എല്ലാവരും. അറിയുക, മനസ്സിലാക്കുക, ഉൾക്കൊള്ളുക. അത് ഉൾക്കൊള്ളാതെ പരസ്പരം തല്ലിച്ചത്തിട്ട് ഞങ്ങൾ ഉണർന്നാൽ, ഇപ്പൊ ചില ടീച്ചർമാരൊക്കെ ഉണ്ട്, നിങ്ങൾ ഹിന്ദുക്കൾ ഉണർന്നാൽ, എന്നിട്ട് ഉണർമ്പോ എന്താ ഉണ്ടാവേണ്ടത്? എല്ലാവർക്കും നന്മയല്ലേ ഉണ്ടാവേണ്ടത്? ഹിന്ദുക്കൾ ഒറ്റക്കെട്ടായാൽ മുസ്ലിങ്ങൾ കൂടി ഗുണല്ലേ ഉണ്ടാവേണ്ടത്? മുസ്ലിങ്ങൾ ഒറ്റക്കെട്ടായാൽ ഹിന്ദുവിന് ഗുണല്ലേ ഉണ്ടാവേണ്ടത്? ഞങ്ങൾ ഒറ്റക്കെട്ടാവുന്ന നിങ്ങളെ കൊല്ലാനാന്ന് വന്നാലോ? അതല്ലേ പാപം. ഇവിടെ ഹിന്ദു നന്നാവുന്നോണ്ട് ഏത് മുസ്ലിമിനാ അസൂയ? ഒന്നുമില്ല, ഞങ്ങൾക്കില്ല, ഞങ്ങളുടെ മനസ്സിലില്ല. നിങ്ങൾ അങ്ങനെ മനസ്സിലാക്കരുത്. തെറ്റിദ്ധാരണകൾ തിരിച്ചു. അല്ലെങ്കിലും അതുകൊണ്ടൊക്കെ എന്താ മെച്ചം? എന്താ മനുഷ്യർ അതുകൊണ്ടൊക്കെ നേടിയത്? എനിക്കറിയാൻ മേല. അങ്ങ് ചോദിക്കാം. ഞാൻ ഈ കഴിഞ്ഞ ദിവസം അങ്ങ് ആലപ്പുഴയിൽ അമ്പലപ്പുഴയിൽ അറവുകാട് ക്ഷേത്രത്തിൽ പ്രസംഗിച്ചു. കഴിഞ്ഞ ദിവസം ഒരമ്മ എന്റെ പിന്നാലെ ഓടേൻ. ഒരമ്മ സ്നേഹം കൊണ്ട്, ജീവിതത്തിൽ കേൾക്കാത്ത കേട്ടത് കൊണ്ട്, മോനെ ഇതിനേക്കാളുപരി ഇനി എന്ത് കേൾക്കണം മോനെ എന്ന അമ്മ പറയുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരോട് നമ്മൾ മതം എന്താ പഠിപ്പിക്കും? നിങ്ങൾ നോക്ക്, വിശുദ്ധ ഖുർആനിൽ മാതൃത്വത്തിന്റെ മഹനീയത അറിയും. ഈ അടുത്ത കാലത്ത് നടന്ന ഒരു പഠന റിപ്പോർട്ട് പറയാം നിങ്ങൾക്ക്. മലപ്പുറം ജില്ലയിലാണ് ഏറ്റവും വൃദ്ധസദനങ്ങൾ കുറവ്. വൃദ്ധസദനം ഏറ്റവും കൂടുതൽ കോട്ടയത്തും ചങ്ങനാശ്ശേരിയിലും തിരുവനന്തപുരത്തും ആലപ്പുഴയിലും ഒക്കെയാണ്. എന്തുകൊണ്ട്? മലപ്പുറം ജില്ലയിലെ മുസ്ലിങ്ങൾ പഠിപ്പിക്കപ്പെടുന്ന എന്താണ്? അച്ഛനമ്മ വലിയ സ്ഥാനം അവർക്ക്. മതാ പഠിപ്പിച്ചത് വലിയ സ്ഥാനമാണ്. പെൺകുട്ടിക്ക് വലിയ സ്ഥാനമല്ലേ? നിങ്ങൾ നോക്ക്, മനുസ്മൃതിയുടെ 9-ാം അധ്യായം 8-ാം അധ്യായം പരിശോധിച്ചോ. അതിൽ കാണാം എന്ത്? പിതാ രക്ഷിതി കൗമാരേ ഭർത്രോ രക്ഷിതി യൗവനേ പുത്രോ രക്ഷിതി വാർദ്ധക്യേ യശന്തിസ്തവിരേ പുത്രൻ സ്ത്രീ സ്വാതന്ത്ര്യമർഹിതി.
പെണ്ണ് സംരക്ഷിക്കപ്പെടേണ്ടവളാണ്. അച്ഛന്റെ, പിന്നെ ഭർത്താവിന്റെ, പിന്നെ മകന്റെ, അങ്ങനെ സംരക്ഷിക്കപ്പെടേണ്ടവളാണ് പെണ്ണ് എന്നതാണ് മതത്തിന്റെ കാതൽ. പിന്നീട് പൗരോഹിത്യം പലതും ചെയ്തിട്ടുണ്ട്. ഏതുപോലെ നമ്മുടെ സതിസമ്പ്രദായം പോലും പൗരോഹിത്യം ഉണ്ടാക്കിയാണ്. അഗ്രേ തദ്ഗച്ഛതി ഭവതി എന്നതിനെ അഗ്രേ അഗ്രേ എന്ന് പറഞ്ഞാൽ ഗമിച്ചുകൊള്ളുന്ന, ജീവിച്ചോളൂ ഭർത്താവ് മരിച്ചാലും, അത് മാറ്റിയിട്ട് എന്താക്കി? അഗ്നേ തദ്ഗച്ഛതി ഭവതി, അഗ്നിയിലേക്ക് ചാടിക്കോളൂ എന്നാക്കി മാറ്റി. പുരോഹിതന്മാർ ഏത് കാലത്തും ചെയ്ത അതാ. ലോകത്തെ ഏത് മതത്തിന്റെ പുരോഹിതന്മാരും ചെയ്തത് അതാ. അപ്പൊ നിങ്ങൾ നോക്ക്, റോഡ് ബ്ലോക്ക് ചെയ്തിട്ട് വലിയ കേരള യാത്ര നടക്കുന്ന മുസ്ലിങ്ങളുടെ ഒരു വിഭാഗത്തിന്റെ എല്ലാ മനുഷ്യർക്കും ശല്യം. 3-4 മണിക്കൂർ ഹൈവേ ബ്ലോക്കാണ്. ഇത് പ്രവാചകൻ പഠിപ്പിച്ചതിനെതിരാണ്. പ്രവാചകൻ പറഞ്ഞത് ഇമാത്തത്തുൽ അദാ അനി ത്വരീഖി സദഖ, വഴിയിൽ നിന്ന് മാർഗതടസ്സം നീക്കാനാ പറഞ്ഞു. എല്ലാ തിന്മകളും ഇവിടെ നടക്കുകയാണ്. ഇസ്ലാം പഠിപ്പിക്കുന്നത് ബാപ്പയും ഉമ്മയും, അച്ഛനും അമ്മയും. ആ അച്ഛനും അമ്മയുടെ കോപം, അതാണ് ദൈവത്തിന്റെ കോപത്തിന് കാരണം. അച്ഛനും അമ്മയും കോപിച്ചാൽ ദൈവം കോപിക്കുമെന്നാണ് പ്രവാചകൻ പറയുന്നത്. ഉമ്മയും ബാപ്പയും ശപിച്ചാൽ അള്ളാഹു എത്ര ഭക്തനാണെങ്കിലും അത് സ്വീകരിക്കുന്ന. അതുകൊണ്ട് മാതാപിതാക്കളുടെ ഇഷ്ടത്തിലാണ് ദൈവത്തിന്റെ ഇഷ്ടം, മാതാപിതാക്കളുടെ കോപത്തിലാണ് ദൈവത്തിന്റെ കോപം. അതുകൊണ്ട് അച്ഛനെ അമ്മയെ, കട്ടപ്പനയിൽ കണ്ടില്ലേ, സ്വന്തം അമ്മയെ കൊണ്ടുപോയി വ്യഭിചരിച്ച് കളഞ്ഞില്ലേ പയ്യൻ? കള്ളു കുടിച്ചു വന്ന് നശിപ്പിച്ച് കളഞ്ഞില്ലേ? ആലോചിക്കണ്ടേ നമ്മൾ? സാംസ്കാരിക കേരളം, സുന്ദര കേരളം എന്ന് പറഞ്ഞിട്ട് മദ്യഷാപ്പിന്റെ മുമ്പിൽ വൻ ക്യൂ അല്ലേ പ്രിയപ്പെട്ടവരെ? എന്ത് നേടി? ഒരാള് ഒരു ദിവസം സ്ഥിരമായിട്ട് കുടിക്കുന്ന ഒരാളാ. മദ്യപാനികളായ എന്റെ സഹോദരങ്ങളോട്, ഒരു ക്ഷേത്ര ഉത്സവത്തിന് നിങ്ങൾ മദ്യപിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് എന്ത് ഭക്തിയാണുള്ളത്? ഒരു പള്ളിയുടെ ആഘോഷത്തിൽ നിങ്ങൾ മദ്യപിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് എന്ത് ഭക്തിയാണുള്ളത്? ഒരു ചർച്ചിന്റെ ആഘോഷത്തിൽ നിങ്ങൾ മദ്യപിക്കുന്നുവെങ്കിൽ എന്ത് ഭക്തിയാണ് നിങ്ങൾക്കുള്ളത്? മതം കൊണ്ടെന്ത് നേട്ടമാണുള്ളത്? എന്ത് നേട്ടമാണുള്ളത്? ആലോചിച്ചേ. ഒരാൾ ഒരു ദിവസം കള്ളു കുടിക്കാതെ വീട്ടിൽ വരികയാണ്. നോക്കുമ്പോ അയാളുടെ ഉമ്മ ഓടി ഒളിക്കുകയാണ്, അയാളുടെ ഭാര്യ ഓടി ഒളിക്കുകയാണ്, അയാളുടെ മക്കൾ ഇറങ്ങി അയൽപ്പക്കത്തേക്ക് പോവുകയാണ്. എന്താ പ്രശ്നം? ബാപ്പാനെ പേടിച്ചിട്ട് മക്കൾ, ഭർത്താവിനെ പേടിച്ചിട്ട് ഭാര്യ, മകനെ പേടിച്ചിട്ട് അമ്മ. ഇതാ ലോകത്തിന്റെ അവസ്ഥ. പ്രവാചകൻ, നിങ്ങൾ നോക്ക്, പ്രവാചകൻ ഭരിച്ച രാജ്യത്ത് മദ്യമില്ല, ചാരായമില്ല. ഒരമ്മക്കും പേടിക്കണ്ട, ഒരു ഉമ്മാക്കും പേടിക്കണ്ട, ഒരു ഭാര്യക്കും പേടിക്കണ്ട. ഇല്ല, എന്റെ ഭർത്താവ് ഒരു തുള്ളി കുടിക്കില്ല. എന്തൊക്കെ ബാധ്യതകളുണ്ട്? ഭാര്യയുടെ മുഖത്തടിക്കുക, ഊരക്ക് ചവിട്ടുക, അവളെ കൊല്ലുക, കിട്ടിയ കത്തി കൊണ്ട് അവളെ വെട്ടിമുറിക്കുക, തിരിച്ചു ഭർത്താവിനെയും. മദ്യപാനം നമ്മുടെ രാജ്യത്തിന്റെ ഏറ്റവും വലിയൊരു ദുരന്തമാണ്. ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഈ ക്ഷേത്ര കമ്മിറ്റിയോട്, മനോഹരമായി നിങ്ങൾ ക്ഷേത്രത്തെ സംവിധാനിച്ചിരിക്കുന്നുവല്ലോ, നിങ്ങളുടെ ഗ്രൗണ്ടും നിങ്ങളുടെ ക്ഷേത്രാങ്കണവും മനോഹരമായിരിക്കുന്നല്ലോ, 1 കോടിയിലധികം രൂപ കൊടുത്ത് ഇതിനെ നിങ്ങൾ പുനർക്രമീകരിച്ചിരിക്കുന്നുവല്ലോ. ശരി, മനുഷ്യന്റെ സാംസ്കാരിക നിലവാരം വളർത്താൻ ഈ ടൈലുകൾക്ക് സാധിക്കുമോ? ഈ മരങ്ങൾക്ക് സാധിക്കുമോ? ഈ അലങ്കാരങ്ങൾക്ക് സാധിക്കുമോ? നിങ്ങൾ നോക്ക്, മദീനയിലും മക്കയിലും ഹറമുകൾ ഉന്നതമായി നന്നാക്കുന്നു. അതുകൊണ്ട് മാത്രം കാര്യമായോ? മനുഷ്യന്റെ മനസ്സ് നന്നാകേണ്ടതില്ലേ? ഇല്ല. ഈ ക്ഷേത്ര പ്രഭാഷണത്തിൽ നമ്മൾ ഒരു കാര്യം തീരുമാനിക്കുന്നു, നാനാജാതി മതസ്ഥരും യുവാക്കളെ, ഈ രാജ്യത്തോട് വലിയ കടപ്പാടുകളുണ്ട് നമുക്ക്. ഏതെങ്കിലും ഒരു അക്രമി ഈ രാജ്യത്തെ ആക്രമിച്ചാൽ എഴുന്നേറ്റ് നിൽക്കാൻ ശേഷിയില്ലാത്ത യുവത്വം, എഴുന്നേറ്റ് നിന്ന് പ്രതികരിക്കാൻ ഓണത്തമില്ലാത്തൊരു യുവത്വം ഇവിടെയുണ്ട്. മയക്കുമരുന്നും മദ്യപാനത്തിനും അടിമപ്പെട്ട് ഓവുചാലിലേക്ക് മുഖം കുത്തി വീണ് സ്വന്തമായി 4 അക്ഷരം ഉരിയാടാൻ നാവിന് ശേഷിയില്ലാത്ത ഒരു സമൂഹം വളരുന്നുണ്ട്. എന്ത് ചെയ്യാൻ കഴിഞ്ഞു ക്ഷേത്ര കമ്മിറ്റിക്ക്? എന്ത് ചെയ്യാൻ കഴിഞ്ഞു പള്ളി കമ്മിറ്റിക്ക്? എന്ത് ചെയ്യാൻ കഴിഞ്ഞു ഇവിടുത്തെ ചർച്ച് മേധാവികൾക്ക്? എവിടെയോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക്, എവിടെയോ ഒരു തകരാറ്, എവിടെയോ ഒരു പോരായ്മ അതുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഞങ്ങളെ ഒന്ന് ശ്രദ്ധിച്ചു നോക്ക്. ഞങ്ങളുടെ പ്രസ്ഥാനത്തെ, മുസ്ലിങ്ങളല്ല മുജാഹിദുകളെ, ഞങ്ങൾക്ക് വിദ്യാർത്ഥി സംഘടന ഉണ്ട്. ഒരു കടലമണിയുടെ വലുപ്പത്തിൽ പൊതുമുതലിന് കല്ലെറിയാത്ത, ഗരാവോ ചെയ്യാത്ത, റോഡ് ബ്ലോക്ക് ചെയ്യാത്ത, നബിദിന റാലി ഇല്ലാത്ത, പാവപ്പെട്ടവരെ കഷ്ടപ്പെടുത്താത്ത, സമരങ്ങളില്ലാത്ത, മനുഷ്യരെ ഉപദ്രവിക്കാത്ത ഒരു പ്രസ്ഥാനം, അതാ ശരിക്കുള്ള മതം. ഇന്നോ ഇനി അടുത്ത ഭാവിയിൽ വരാൻ പോകുന്ന ഒരു ദുരന്തത്തെ പറ്റി പറയട്ടെ. ഇഷ്ടപ്പെടുന്നില്ല നിങ്ങൾക്ക്. റോഡ് എന്തിനാ? ഹൈവേ എന്തിനാ? വാഹനം ഓടിച്ചു പോകാനല്ലേ ആളുകൾക്ക്. ഇന്നെന്താ സ്ഥിതി? ഇന്ന് എനിക്ക് അത്ഭുതം തോന്നിയൊരു കാര്യം പറഞ്ഞോട്ടെ. ഏതെങ്കിലും ഒരു മതത്തിന്റെ ഘോഷയാത്ര നടക്കുക എന്ന് വിചാരിച്ചോളൂ നിങ്ങൾ. റോട്ടിലായിരിക്കും ഫുള്ളായിട്ട്. ഒരു വണ്ടി വന്ന് കുറച്ച് മുന്നോട്ടെങ്കിൽ നിർത്തിപ്പോയി. ഉടനെ കമ്മിറ്റിക്കാർ ചോദിക്കണം, കണ്ണില്ലടാ ഡേഷന്റെ മോനെ, ഇവിടെ ഉത്സവം നടക്കണില്ലേ? അതുപോലെ ഇവിടെ ഭീമാപള്ളിയിലെ നേർച്ച നടക്കണുണ്ടല്ലേ? ശരിക്കും എന്താ ചോദിക്കേണ്ടത്? ഡ്രൈവർ നിർത്തിയിട്ട് ഓനോടാ ചോദിക്കേണ്ടത്, കണ്ണില്ലടോ, റോഡ് ആളുകൾക്ക് യാത്ര പോകാനുള്ള, എനിക്ക് ഉത്സവം നടത്താനുള്ളതല്ല എന്നല്ലേ പറയേണ്ടത്? നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. ഒരു കാര്യം ഞാൻ പറയാം, റോട്ടിലൊന്നും ഇറങ്ങിയോണ്ട് മനുഷ്യൻ നന്നാവൂല.
ഞങ്ങളോട് ചോദിക്കട്ടെ, മുസ്ലിങ്ങൾ നേർച്ച നടത്താറുണ്ട് ഈ കാസർഗോഡ് ജില്ലയിൽ, നിങ്ങൾ കാണണ്ടല്ലോ, മുസ്ലിം തെയ്യം വരെ നടക്കുന്ന നാടല്ലേ ഇത്? ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇതിൽ പങ്കെടുത്ത 10 കുട്ടികൾ കള്ളുകൂടി എന്നേക്കായിട്ട് നിർത്തി നിങ്ങൾക്ക് ഇന്ന് വരെ തെളിയിക്കാൻ കഴിഞ്ഞിട്ടോ? ഈ ഘോഷയാത്രകൾ ഉത്സവങ്ങളൊക്കെ കഴിഞ്ഞിട്ട് 10 ആൾ ഇനി ഒരിക്കലും പെൺകുട്ടികൾ ഉപദ്രവിക്കൂല, പാവപ്പെട്ടോലെ സായി എന്തുകൊണ്ടുണ്ടായില്ല? സത്യത്തിൽ ഗാനമേളന്റെ സ്ത്രീകൾ ഉണ്ടാവും, കുട്ടികൾ ഉണ്ടാവും, നല്ലൊരു ഉത്ബോധനം കേൾക്കാൻ അതില്ലാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? ഇനി ഇതെന്നെ ആലോചിച്ചോ, ഇതിന്റെ 100 ഇരട്ടി ആളുണ്ടാവും ഒരുപക്ഷെ നാളത്തെ ഗാനമേളക്ക്, ഉറപ്പല്ലേ? എന്തെങ്കിലും ഒരു ഗുണം കിട്ടുന്നുണ്ടോ? ശരിക്കും ആലോചിച്ചോളി. എന്തെങ്കിലും അതുകൊണ്ട് ഒരാളുടെ മദ്യപാനം നിന്നോ, ഒരാളുടെ വ്യഭിചാരം നിന്നോ, ഒരാൾ അമ്മയോട് മോശമായി പെരുമാറി ഇല്ലാണ്ടായോ? യേശുദാസ് ലോക അറിയപ്പെട്ട ഗായകനല്ലേ? യേശുദാസ് എന്താ കഴിഞ്ഞ മാസം പറഞ്ഞത്? എൻ്റെ ഗാനം കൊണ്ട് ലോകത്തെ നന്നാക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല, കണ്ണുണ്ടായിട്ട് കണ്ണില്ലാത്തവനെ പോലെ ജീവിക്കാൻ എനിക്ക് വയ്യ, അതുകൊണ്ട് ഞാൻ തീർത്ഥാടനം പോവാണ്. എൻ്റെ ഭാര്യയും കുട്ടികളൊന്നും വിചാരിച്ചിട്ട് കാര്യമല്ല, കാരണം ഇതൊന്നും മനുഷ്യനെ മോചിപ്പിക്കില്ല. നേരെ മറിച്ച് നിങ്ങളൊക്കെ കണ്ടോ, കാതുകൂർപ്പിച്ച് മഴ പെയ്തപ്പോഴും നിങ്ങൾ നിന്ന നിപ്പ് കണ്ടോ? എന്തുകൊണ്ടാ? ഞാൻ പറയുന്നത് നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. നമുക്ക് മാറ്റം ഉണ്ടാവും, നമ്മളിത് കേട്ടാൽ നന്നാവും, അല്ലേ? അല്ലാതെ നിങ്ങൾ എന്നെ കണ്ടിട്ടുണ്ടോ പ്രിയപ്പെട്ട ഹൈന്ദവരെ? നിങ്ങളാരും എന്നെ കണ്ടിട്ടില്ലല്ലോ, നിങ്ങളിൽ പലരും എന്നെ കണ്ടിട്ടില്ലല്ലോ. ഞാനിത് അവിടെ പടാർകുളങ്ങര ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ പ്രസംഗിച്ചിരുന്നു ഞാൻ, ഈ കാര്യമൂല നിങ്ങളുടെ തൊട്ടടുത്ത്. ഈ കഴിഞ്ഞ ഒരു 1.5 മാസമായോ എന്ന് എനിക്ക് സംശയം, ഏതോ ആവട്ടെ. ഞാൻ പറയുന്നത്, ഈ ക്ഷേത്ര കമ്മിറ്റിക്ക് ഇന്നിങ്ങനെ തീരുമാനിക്കാൻ കഴിയും? നമ്മളുടെ വാദ്യോപകരണങ്ങൾക്കപ്പുറത്ത്, സംഗീതങ്ങൾക്കപ്പുറത്ത്, ഗാനമേളകൾക്കപ്പുറത്ത് ഇതുപോലെ ആളുകളെ വിളിച്ചു വരുത്തി പ്രത്യേകിച്ച് നോട്ടീസ് അടിച്ച് വലിയ കസേരയിട്ട് വമ്പിച്ച സൗണ്ട് സിസ്റ്റം വെച്ച് എല്ലാ മതാചാര്യന്മാരെ കൊണ്ടും യഥാർത്ഥ മതം ജനങ്ങളെ പഠിപ്പിക്കുന്ന സദസ്സുകൾ ഉണ്ടാക്കാൻ, എങ്കിലും ഇവിടുത്തെ എല്ലാ കലാപവും ഇല്ലാതാവും, എല്ലാ പ്രശ്നങ്ങളും ഇല്ലാതാവും. ഇത് വളരെ പ്രധാനമായി നോട്ട് ചെയ്യണം. പിന്നെയോ, മാതാപിതാക്കൾ ഒരിക്കലും ഉപദ്രവിക്കുന്നവർ നമ്മളാകരുത്. നമുക്ക് ജന്മം നൽകി, നമ്മളെ വളർത്തി, നമ്മെ ആറ്റുനോറ്റ് കണ്ണിലെണ്ണ വെച്ച അമ്മ നാളെ നമ്മളെ കൊണ്ട് കഷ്ടപ്പെടാൻ പാടില്ല. മോനെ എന്ന് അമ്മ വിളിക്കുമ്പോ തള്ളേ എന്ന് വിളിക്കുന്ന ഒരു സമൂഹം ഇവിടെ ഉണ്ടാവാൻ പാടില്ല. അമ്മയെ ചാടി ചവിട്ടി കൊല്ലുന്ന ഒരു മക്കൾ ഇവിടെ ഉണ്ടാവാൻ പാടില്ല. അതിനെന്താ വഴി? യഥാർത്ഥ മതത്തിലേക്ക് മടങ്ങണം. വിശുദ്ധ ഖുർആനിലെ 4-ാം അധ്യായം വബിൽ വാലിദൈനി ഇഹ്സാനാ നോക്കൂ, 36-ാമത്തെ വചനമാണ്. മാതാപിതാക്കളോട് നന്മ ചെയ്യണേ. വീണ്ടും വബിൽ വാലിദൈനി ഇഹ്സാനാ, ഖുർആനിലെ 6-ാം അധ്യായം 151. വീണ്ടും ഖുർആൻ പറയാ വബിൽ വാലിദൈനി ഇഹ്സാനാ ഇമ്മാ യബ്ലുവന്ന ഇൻദകൽ കിബറ അഹദുഹുമാ ഔ കിലാഹുമാ. വാർദ്ധക്യത്തിലെത്തിയ അമ്മയോട്, വാർദ്ധക്യത്തിലെത്തിയ അച്ഛനോട്, ബാപ്പയോട്, ഉമ്മയോട് ചേന്ന് പോലും പറയല്ല മക്കളെ, ചേന്ന് പറയല്ലേ. അച്ഛനെ വെറുക്കല്ലേ, അമ്മയെ വെറുക്കല്ലേ. അവരെ സംരക്ഷിക്കുന്നതാണ് ജിഹാദ്. പ്രവാചകന്റെ അടുത്ത് വന്നിട്ടൊരു അനുയായി ചോദിച്ചു, ഞാൻ സായുധ ജിഹാദ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു, ആയുധമേന്തി. പ്രവാചകന്റെ ഉടനെ ചോദ്യം, നിന്റെ ഉമ്മയും ബാപ്പയും ജീവിച്ചിരിപ്പുണ്ടോ ചോദിച്ചു. അവര് വലിയ വാർദ്ധക്യത്തില, അവർക്ക് ഞാനല്ലാതെ ആരുമില്ല. പ്രവാചകൻ പറഞ്ഞെന്തറിയോ? എങ്കിൽ ആയുധം വലിച്ചെറി, നിന്റെ അച്ഛനെയും അമ്മയെയും നോക്കലാണ് ജിഹാദ്. നിന്റെ അമ്മയെയും അച്ഛനെയും നോക്കലാ ജിഹാദ്. ജിഹാദ് എന്ന് പറഞ്ഞാൽ അച്ഛനെ അമ്മനെയും പണ്ടത്തെ കുത്തലല്ല, അമ്മനെ അച്ഛനെയും സംരക്ഷിക്കൽ. ജിഹാദ് എന്നുള്ള പദത്തിന്റെ അർത്ഥം അറിയോ നിങ്ങൾക്ക്? ത്യാഗം എന്നാ. അതായത് ഒരാൾക്ക് 5 പെൺകുട്ടി ഉണ്ടായി, ആ 5 പെൺകുട്ടികളെ നല്ല സ്കൂളിൽ ചേർത്ത് പഠിപ്പിച്ച് നല്ല സംസ്കാരം കൊടുക്കുന്ന ഒരു അച്ഛനെങ്കിൽ അയാൾ ജിഹാദിലാണ്. കാരണം അതൊരു അറബി പദമാണ്. ത്യാഗം ചെയ്തു അയാൾ എന്ന് പറഞ്ഞാൽ അയാൾ ജിഹാദ് ചെയ്തു എന്നാണ്. വേറൊരർത്ഥം അതിനില്ല. യുദ്ധം എന്ന് ജിഹാദിന് അർത്ഥമല്ല. കിത്താൽ എന്ന അറബിയിൽ യുദ്ധത്തിന് പറയാം, കിത്താൽ. നിങ്ങൾ നോക്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ച നാട്ടിൽ 13 കൊല്ലം തിരിച്ചടിച്ചില്ല. ഒരേ ഒരു കാര്യം അദ്ദേഹം പറഞ്ഞുള്ളൂ, വല്ലദീന ഉഖ്രിജു മിൻ ദിയാരിഹിം ബിഗൈരി ഹഖ്ഇൻ ഇല്ലാ യഖൂലു റബ്ബുനല്ലാഹ്. ഒറ്റ ദൈവത്തെ മാത്രമേ ആരാധിക്കാവൂന്നേ മുഹമ്മദ് നബി അവരോട് പറഞ്ഞിട്ടുള്ളൂ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ടോ അദ്ദേഹത്തെ തല്ലി, നാട്ടിയോടിച്ചു, ബിലാലിന്റെ നെഞ്ചത്ത് കല്ല് കയറ്റി വെച്ചു, സുമയ്യ ബീവിയെ ഗുഹ്യസ്ഥാനത്ത് കമ്പെറിഞ്ഞു കൊന്നു, ഒരുപാട് ആളുകളെ പീഡിപ്പിച്ചു. എന്നിട്ടൊന്നും പ്രവാചകൻ തിരിച്ചടിച്ചില്ല. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്, ഒരു നാട്ടിൽ ശ്രീരാമ രക്ഷിക്കണേന്ന് പറയണമെന്ന് വിശ്വസിച്ചതിന്റെ പേരിൽ ഹിന്ദുക്കളെ മുസ്ലിങ്ങൾ വേട്ടയാടുകയാണെങ്കിൽ ഇവിടെ വർഗീയ കലാപം ഉണ്ടാവൂലേ? എന്നാൽ മക്കയിൽ 13 കൊല്ലം മുഹമ്മദ് നബി അവർ ആക്രമിച്ചിട്ടും അദ്ദേഹം തിരിച്ചടിച്ചില്ല, ക്ഷമിച്ചു. ഇനി പറ, 13 കൊല്ലം കഴിഞ്ഞിട്ട് 400 കിലോമീറ്റർ അകലെയുള്ള മദീനയിലേക്ക് അവർ നാടും വീടും കുടുംബമൊക്കെ വിട്ട് നാട് വിട്ട് പോയി. അവിടെ ചെന്നിട്ടും മക്കക്കാര് 400 കിലോമീറ്റർ ചെന്നിട്ട് അവരെ തല്ലിയ, അവർ തിരിച്ചടിക്കണ്ടേ? അത്ര ഇസ്ലാമിലെ യുദ്ധം ഉണ്ടായിട്ടുണ്ട്. ഇനി നിങ്ങൾ കേട്ടോ, ഷേബ് അബി ത്വാലിബ് മല എന്ന് പറഞ്ഞിട്ടൊരു മലയുണ്ട്, ഇപ്പോഴും പരിശുദ്ധ കാബയുടെ തൊട്ടടുത്ത് വലിയൊരു പർവ്വത, കരിങ്കല്ലിന്റെ പർവ്വതം. അതിന്റെ മുകളിൽ പ്രവാചകനെയും അനുയായികളെയും 3 കൊല്ലം ഗരാവോ ചെയ്തു. എന്നിട്ട് ഖുറൈശികൾ ഈ പിഞ്ചു പൈതങ്ങൾ വരെ പൊട്ടിക്കരഞ്ഞു. അവരുടെ കരച്ചിൽ കേട്ട് ഖുറൈശികൾ പൈശാചികമായി പൊട്ടിച്ചിരിച്ചു.
ഒരുപാട് ആളുകൾ മരിച്ചുപോയി. അങ്ങനെ 3 കൊല്ലം പട്ടിണിക്കിട്ട ഈ സമൂഹം അവര് പിന്നീട് പട്ടിണി കിടക്കുന്നു എന്നറിഞ്ഞു പ്രവാചകൻ മദീനയിലെ ഭരണാധികാരിയായപ്പോൾ. എന്നിട്ട് പ്രവാചകൻ കരയ അവരെ കുറിച്ച് ഓർത്തിട്ടെ. എന്നിട്ട് അനുയായികൾ ചോദിച്ചു, നിങ്ങൾ എന്തിനാ അവരെ കുറിച്ച് കരയണേ? അവര് നിങ്ങളെ പീഡിപ്പിച്ചവരല്ലേ? അല്ല, അവരെന്റെ കുടുംബക്കാരാണ്, വേണ്ടപ്പെട്ടവരാണ്. അവർ തെറ്റ് ചെയ്തു എന്നുള്ളതുകൊണ്ട് നമ്മൾ അവരോട് പ്രതിക്രിയ ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് അവർക്ക് ആവശ്യമുള്ള ഭക്ഷണം നിങ്ങൾ എത്തിച്ചു കൊടുക്കണം. ആവശ്യമുള്ള ഭക്ഷണം എത്തിച്ചു കൊടുക്കാൻ വിട്ടുവീഴ്ച ചെയ്യാൻ. നബിയെ കൊന്നവരെയും നാടുകടത്തിയവരെയും വിനയാന്വിതമായി സ്വീകരിക്കാൻ, എല്ലാരെയും വിട്ടുവീഴ്ച. നബിയെ കൊല്ലാൻ വന്നവനോട് പോലും മാപ്പ്. നബിയുടെ കണ്ടത്തിൽ വാള് കുത്തിവെച്ചിട്ട് ആര് രക്ഷിക്കുന്നു ചോദിച്ചു. അല്ലാഹ് എന്ന് പറഞ്ഞു. ആ വാള് താഴെ വീണപ്പോൾ അയാളോട് ചോദിച്ചു പ്രവാചകൻ, നിന്നെ ആരാ രക്ഷിക്കുക? മുഹമ്മദേ നീ വിടണം. മുഹമ്മദ് നബി അദ്ദേഹത്തെ വിട്ടയച്ചു. നമ്മുടെ വെള്ളത്തോൾ നാരായണ മേനോൻ ഈ സംഭവം ഉദ്ധരിച്ചിട്ടാണ് അള്ളാഹു എന്ന് പറഞ്ഞ കവിത എഴുതി. പ്രവാചകന്റെ വിട്ടുവീഴ്ച അതായിരുന്നു. ആർക്ക് നേരെയും അയൽവാസികളോട് നല്ല മാന്യമായി, എന്നും ഉപദ്രവിച്ചവരോട് മാന്യമായി. നിങ്ങൾ ആ പ്രവാചകനെ പഠിക്കണം. എന്തിനാണെന്നറിയോ? നമ്മൾ തമ്മിലുള്ള അകലം കുറയും. പരസ്പരം മനസ്സിലാക്കണം. പ്രവാചകൻ പഠിപ്പിച്ച ഒന്നും ലോകത്തിനെതിരല്ല. 5 നേരം പല്ല് തേക്കാൻ അദ്ദേഹം പഠിപ്പിച്ചു. മുടി വെട്ടാനും ചീകി ഒതുക്കാനും പറഞ്ഞു. മീശ വെട്ടി ഒതുക്കാനും താടി നീട്ടാനും പറഞ്ഞു. ഡ്രസ്സ് നരിയാണയുടെ താഴെ പോകരുത് പുരുഷന്റെ എന്ന് പറഞ്ഞു. സ്ത്രീ അവളുടെ സൗന്ദര്യം എല്ലാവർക്കും കാണിക്കേണ്ട ഒന്നല്ല, അത് അവളുടെ മഹാനിധിയാണ്. ഭർത്താവിന്റെ മുമ്പിലല്ലാതെ സമർപ്പിക്കരുത് എന്ന് ഇസ്ലാം പറഞ്ഞു. എവിടെയാണ് കുഴപ്പം? അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറച്ച് ഉണ്ണരുത് എന്ന് ഇസ്ലാം പറഞ്ഞു. നിന്റെ വീട്ടിൽ ജോലി ചെയ്യുന്നവനുമായി നീ എഗ്രിമെന്റ് ഉണ്ടാക്കണം. 5 മണി വരെ ജോലി, 350, 450, 550 കൂലി എന്ന് കൃത്യമായിട്ട് എഴുതിയിട്ട് അവൻ ജോലി ചെയ്ത് വിയർപ്പ് പറ്റുന്നതിന് മുമ്പ് അവന് കൂലി കൊടുക്കണം. അന്ന് കമ്മ്യൂണിസം ഇല്ല. കൂലി കൊടുക്കണം. ഓവർ ടൈം ജോലി ചെയ്താൽ അവന് കൂലി കൂട്ടി കൊടുക്കണം. തീർന്നില്ല, ഓവർ ടൈം ജോലി ചെയ്താൽ കൂലി കൂട്ടി കൊടുക്കണം. ഭാരിച്ച ജോലി നീ അവനെ ഏൽപ്പിച്ചാൽ നീ അവനെ സഹായിക്കണം. നിന്റെ കീഴിൽ സ്ഥിരമായി ജോലി ചെയ്യുന്നവന് നിന്റെ കൈ കൊണ്ട് ഒരുള്ള ഭക്ഷണം അവന്റെ വായിൽ വെച്ച് കൊടുക്കണം. നിന്റെ ഡൈനിങ് ടേബിളിൽ എടുത്തി അവനെ ഭക്ഷണം കഴിപ്പിക്കണം. നീ ധരിച്ച പോലെയുള്ള വസ്ത്രം ധരിപ്പിക്കണം. ഇതിനേക്കാൾ മൂല്യവത്തായി ഇനി പ്രവാചകൻ എന്ത് പഠിപ്പിക്കണം ലോകത്തെ? പ്രവാചകൻ പഠിപ്പിച്ചു അത്. പട്ടിണി കിടക്ക് ചോദിച്ചു വരുന്നവനെ മടക്കി അയക്കരുതെന്ന് കണിശമായി പഠിപ്പിച്ച. അതുകൊണ്ട് നിങ്ങൾക്കൊക്കെ അറിയാലോ, എന്ത് ചോദിച്ചാലും അത്യാവശ്യം മനസ്സഴിഞ്ഞ് കൊടുക്കാൻ മുസ്ലിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ്? അത് ഇതുകൊണ്ടാണ്. നിങ്ങൾ ചോദിച്ചു വരുന്നവരെ മടക്കി അയക്കരുത്. ഞാൻ ഈ നാട്ടിലെ മുഴുവൻ ആളുകളോടും ഈ പ്രദേശത്തെ മുഴുവൻ ജനങ്ങളോടും വളരെ ഗൗരവമായി പറയാൻ ഉദ്ദേശിച്ച ഒരു പോയിന്റ് ഇതാണ്. നമ്മൾ മതത്തെ പഠിക്കണം. ഇനി നിങ്ങൾ ആലോചിച്ച് ഒരു പോയിന്റ് കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാൻ. നമുക്കൊക്കെ ഒരു മരണമുണ്ടല്ലോ. ആ മരണം വന്നാൽ നമ്മൾ ചെയ്ത നന്മ തിന്മകളൊന്ന് കണക്കാക്കി നോക്ക്. ദൈവത്തിന്റെ ചോദ്യമാണ്. അല്ല, മനുഷ്യരെ പന്നിയും കാളയും പോത്തും പശുവും നായയും പോലെ ഈ മണ്ണിൽ ചത്തു വീഴും നിങ്ങൾ എന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? നിങ്ങൾക്കൊരു ഉയർത്തെഴുന്നേൽപ്പില്ലെന്നും ദൈവസന്നിധിയിൽ നിങ്ങൾ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടില്ലെന്നും നിങ്ങൾ വിചാരിക്കുകയാണോ എന്ന് ഖുർആനിലെ 23-ലെ 115 ചോദിക്കുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നിങ്ങൾ മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ടെന്ന് വിശുദ്ധ ഖുർആനിന്റെ 2000 ചില്ലാനം വചനത്തെ നിങ്ങൾ മുഖവിലക്കെടുക്കണം. മനുഷ്യരെ എന്ന് വിളിച്ച ഖുർആൻ, സ്ത്രീ വിമോചനം പഠിപ്പിച്ച ഖുർആൻ, പെൺകുട്ടികളെ ജീവനോടെ കുഴിച്ചു മൂടരുതേ എന്ന് പഠിപ്പിച്ച ഖുർആൻ, അന്യമതക്കാരനോട് മാന്യമായി പെരുമാറണേ എന്ന് പഠിപ്പിച്ച ഖുർആൻ, മനുഷ്യരോട് പുഞ്ചിരിയോടുകൂടി സ്വീകരിക്കണേ എന്ന് പഠിപ്പിച്ച ഖുർആൻ, മദ്യപിക്കരുതേ, പലിശ കൊടുക്കരുതേ, മയക്കുമരുന്ന് ഉപയോഗിക്കരുതേ, അനാരോഗ്യകരമായ ഭക്ഷണം കഴിക്കരുതേ, നല്ല വാക്ക് പറയണേ, നല്ല നിലക്ക് ഭൂമിയിലൂടെ നടന്നു പോണേ എന്ന് ലോകത്തെ പഠിപ്പിച്ച പ്രവാചക തിരുമേനി. ഇതെല്ലാം അതുകൊണ്ട് എനിക്ക് നിങ്ങളോട്, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം ദൈവികമാണെന്നും സകല ലോകത്തിന്റെയും സിട്ടാവാണ് ആ മതം അവതരിപ്പിച്ചതെന്നും അതൊരു മനുഷ്യന്റെയും കുത്തകയല്ലെന്നും അത് മനുഷ്യനിർമ്മിതമല്ലെന്നും അത് മാത്രമാണ് മോചനത്തിന്റെ ദർശനമെന്നും ഞങ്ങൾ വിശ്വസിക്കുന്നു. നിങ്ങൾക്കത് പഠിക്കാനുള്ള അവകാശമുണ്ട്. അതിലൂടെ മാത്രമേ മോക്ഷമുള്ളൂ എന്നും ഞങ്ങൾ പറയുന്നു. ഇത് വാശിയല്ല. നിങ്ങൾക്ക് പഠിക്കാം, നിങ്ങൾക്ക് മനസ്സിലാക്കാം. പിന്നെ എപ്പോഴാണ് നമ്മൾ തെറ്റിപ്പോയത്? നമ്മൾ ഒന്നിച്ചൊരച്ഛന്റെ അമ്മയുടെ മക്കളായി 10 തലമുറ ജീവിച്ചു. ആദിമ മനുഷ്യൻ, നോഹാ പ്രവാചകൻ, അതിനിടയിലെ 10 തലമുറ ഒറ്റ ദൈവത്തെ മാത്രം. അന്നവർ കല്ലും മുള്ളും ഒന്നും ആരാധിച്ചില്ല. അതുകൊണ്ട് നമുക്ക് ലോകത്തിന്റെ സിട്ടാവിനെ ആരാധിക്കാം. അവനോട് മാത്രമേ ഇനി ഞാൻ പ്രാർത്ഥിക്കുള്ളൂ എന്ന് തീരുമാനിക്കുക. പറഞ്ഞതിന്റെ പൊരുൾ, മൊയ്തീൻ ശൈഖയെ രക്ഷിക്കണേ എന്ന് പറയരുത്, ഉള്ളാളം ഞങ്ങളെ കാക്കണേ എന്ന് പറയരുത്, മുഹമ്മദ് നബിയെ രക്ഷിക്കണേ എന്ന് പറയരുത്, ശ്രീരാമ ശ്രീകൃഷ്ണ യേശു ക്രിസ്തുവെ രക്ഷിക്കണേ എന്ന് പറയരുത്. മറിച്ച് ഇവരുടെയൊക്കെ സിട്ടാവേ, ലോകത്തിന്റെ തമ്പുരാനെ, എന്നെ സൃഷ്ടിച്ച സാക്ഷാൽ ഈശ്വര, എന്റെ ഹൃദയത്തെ കൺട്രോൾ ചെയ്യുന്ന, അറ്റാക്ക് വരുമ്പോൾ നെഞ്ചിൽ പിടിച്ചിട്ട് ഈശ്വര അല്ലാഹുവേ ഉടയ തമ്പുരാനെ എന്ന് വിളിക്കുന്ന സിട്ടാവിനെ, നമുക്ക് ഹൃദയത്തെ തന്ന നാഥനെ, ലോകത്തിന്റെ തമ്പുരാനെ, പരമകാരുണ്യനെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചു. നാളെ ദൈവസന്നിധിയിലെ ഈ ക്ഷേത്രത്തിലെ ഒരാളും പറയില്ല
ഈ ദൗത്യം ഞാൻ എത്തിച്ചിട്ടില്ലെന്ന്. എന്റെ ദൗത്യം അതായിരുന്നു. ഒരു സൈഡ് സ്റ്റാൻഡ് തട്ടാതെ ഒരു വണ്ടി ഓടിച്ചു പോകുമ്പോ അവന്റെ ജാതിയും മതവും നോക്കാതെ ഏയ് സഹോദര സൈഡ് സ്റ്റാൻഡ് തട്ടിയിട്ടില്ല എന്ന് പറയൽ സ്നേഹമാണ്. അന്ധനായ ഒരു മനുഷ്യൻ പൊട്ടക്കിണറിലേക്ക് വീഴുമ്പോ അരുതേ എന്ന് പറയൽ സ്നേഹമാണ്. ഹിന്ദു മുസ്ലിം നോക്കിയല്ല തിന്മ തിരുത്തേണ്ടത്, മനുഷ്യരെ നോക്കിയാണ്. അതുകൊണ്ട് ഈ സദസ്സിലെ മനുഷ്യരോട് ഏകദൈവാരാധന അത് മാത്രമാണ് മോക്ഷത്തിന്റെ മാർഗം. അവനെ മാത്രമേ ആരാധിക്കാവൂ. അവനോടല്ലാതെ ഒരാളോടും കുട്ടിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കരുത്, രോഗത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കരുത്. സാക്ഷാൽ എനിക്ക് മക്കളെ തരുന്ന ദൈവമേ, എന്നെ സൃഷ്ടിച്ച ദൈവമേ, എന്റെ അച്ഛനമ്മമാരെ എനിക്ക് നൽകിയ ദൈവമേ, സൂര്യചന്ദ്രന്മാരെ എനിക്ക് നൽകിയ ദൈവമേ, അല്ലാഹുവേ ഞാൻ നിന്നോട് പ്രാർത്ഥിക്കുന്നു എന്നേ പറയാവൂ. അതാണ് മോക്ഷത്തിനുള്ള മാർഗം. കള്ളു കുടിക്കരുത്, വ്യഭിചരിക്കരുത്, പലിശ കൊടുക്കരുത്, ഭാര്യയെ ആക്രമിക്കരുത്, മക്കളെ കൊല്ലരുത്, നല്ല വിദ്യാഭ്യാസം നൽകുക, തമ്മിൽ തെറ്റരുത്, സ്നേഹിക്കുക, ആർദ്രതയും അലിവും അനുകമ്പയും സഹാനുഭൂതിയും സൗവർത്തിത്വവും ഉണ്ടാവുക. വരാനിരിക്കുന്ന ഒരു നരകം, അഗ്നിജ്വാലകളുള്ള നരകം, വേദങ്ങൾ പഠിപ്പിച്ച നരകം, ആ നരകത്തുനിന്ന് മോചനം നേടി സ്വർഗത്തിന്റെ വഴികൾ സ്വീകരിക്കുക. അതാണ് മോക്ഷത്തിനുള്ള മാർഗം. വിശുദ്ധ ഖുർആൻ പറയുന്നത് ഇതാ: ആർ ദേഹത്തെ നിയന്ത്രിക്കുകയും ദൈവത്തെ ഭയപ്പെടുകയും നല്ല മനുഷ്യരായി ജീവിക്കുകയും ചെയ്തോ അവർ വിജയിച്ചിരിക്കുന്നു. എല്ലാ മനുഷ്യരും മരണത്തെ ആസ്വദിക്കും. ആർ നരകത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ട് ആർ സ്വർഗത്തിലെത്തുന്നുവോ അവരാണ് വിജയിച്ചവർ. അതുകൊണ്ട് ഈ സദസ്സിനോട് ഒരു റിക്വസ്റ്റ്, നിങ്ങൾ യഥാർത്ഥ മതത്തെ പറ്റി പഠിക്കണം. ഇസ്ലാമിനെ പറ്റി പഠിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഞങ്ങളുടെ പ്രവർത്തകരുമായി നിങ്ങൾ ബന്ധപ്പെടണം. എൻ്റെ പ്രസംഗത്തോട് യോജിപ്പുള്ളവരും വിയോജിപ്പുള്ളവരും ഉണ്ടാവും. നിങ്ങൾക്ക് യോജിക്കാം, വിയോജിക്കാം. ഞാനൊന്നും അടിച്ചേൽപ്പിച്ചിട്ടില്ല. ലാ ഇക്റാഹ ഫിദ്ദീൻ ഖദ് തബയ്യന റുശ്ദു മിനൽ ഗയ്യ്. മതത്തിൽ ബലാത്കാരമില്ല. ഭാസ്കരന്റെ കഴുത്തിൽ കത്തി വെച്ച് ഇസ്ലാം സ്വീകരിക്കടാ എന്ന് പറയേണ്ട ആവശ്യം ഇസ്ലാമിനില്ല. മറിച്ച് ഇസ്ലാം ഇന്നതാണ് എന്ന് പറഞ്ഞു കൊടുത്താൽ ബുദ്ധിയുണ്ടെങ്കിൽ അവനത് മനസ്സിലാവും. ഏറ്റവും ചുരുങ്ങിയത് തമ്മിലുള്ള അകലം തീർക്കാനും തമ്മിൽ തല്ല് തീർത്താനും നമ്മൾ ഒന്നാവാനും പരസ്പരം ആലിംഗനം ചെയ്യാനും. നോക്കിയേ, ഒരേ സൂര്യന്റെ വായു, ഒരേ ചന്ദ്രന്റെ നിലാവലകൾ എല്ലാം നമ്മുടേതാണ്. ഈ ഭൂമി അല്ല നമുക്ക് നൽകിയതല്ലേ, ഈ ആകാശമാണ് നമുക്ക് നൽകിയതല്ലേ, അവൻ്റെ അടിമകളല്ലേ നമ്മൾ. എന്തിന് തല്ല്, എന്തിന് അക്രമം, എന്ത് നേടി അല്ലേ? ഞാനൊരു സ്ഥലത്ത് മാറാടും പൂനാടും ഒക്കെ കലാപുണ്ടാവുമ്പോൾ ചെല്ലും. മക്കളുടെ കരച്ചിൽ ഇന്നും എൻ്റെ കർണപടത്തിലുണ്ട്. എനിക്ക് 5 ചെറിയ പെൺകുട്ടികളാണ്. പെൺകുട്ടികളെയും ആൺകുട്ടികളെയും കാണുമ്പോൾ ഞാൻ ആലോചിക്കും, അച്ഛനില്ലാത്ത ഈ മോൻ, ബാപ്പയില്ലാത്ത ഈ കുട്ടി, ആരെ അവനെ അനാഥനാക്കിയത്? നമ്മളുടെ വാൾത്തലപ്പുകൾ, നമ്മുടെ പിച്ചാത്തികൾ, നമ്മുടെ നേതാക്കന്മാരുടെ വിവരക്കേടുകൾ കേട്ട് നമ്മൾ വെട്ടിമുറിച്ച് നുറുക്കി അരിഞ്ഞ ആ ജീവിതങ്ങളുടെ ദീനരോധനങ്ങൾ നിങ്ങളുടെ കർണപടങ്ങളിൽ കേൾക്കുന്നില്ലേ? ഇല്ല, ഞാൻ എൻ്റെ കൈകൊണ്ട് ഒരുത്തിനെയും തല്ലില്ല, ഞാൻ ഒരുത്തിനെയും പ്രഹരിക്കില്ല. എനിക്ക് ഈ മതത്തിന്റെ പേരിലെ കലാപം വേണ്ട, എനിക്കിത് വേണ്ട. ഞാൻ എൻ്റെ ഭാസ്കരേട്ടൻ അടിക്കില്ല, ഞാൻ എൻ്റെ ബഷീറിനെ തല്ലില്ല, ഞാൻ അവൻ്റെ വീട് കൊള്ള ചെയ്യില്ല എന്ന് പ്രതിജ്ഞ ചെയ്യാൻ ഈ സദസ്സിന് സാധിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും പരസ്പരം സ്നേഹവും ഐക്യവും ആർദ്രതയും അനുകമ്പയും സഹാനുഭൂതിയും സാവർത്തിത്വവും ഉണ്ടാകുമാറാകട്ടെ എന്ന് പറയുകയും ഇസ്ലാമിനെ നിങ്ങളുടെ മുമ്പിൽ ചെറിയ തോതിൽ അവതരിപ്പിച്ചുകൊണ്ട് അതിന്റെ ഏകദൈവാരാധനയും അതിന്റെ വേദഗ്രന്ഥവും അതുണ്ടാക്കിയ പരിവർത്തനവും ലോകത്ത് നിങ്ങൾ പഠിക്കണമെന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് ഈ ക്ഷേത്രത്തിന്റെ വൈകുണ്ഠം ക്ഷേത്ര കമ്മിറ്റി എന്നെ ക്ഷണിച്ചതിനും എനിക്ക് അവസരം നൽകിയതിനും ഈ പ്രസംഗം കേൾക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കിയതിനും അഗൈധവമായ ഹൃദയത്തിന്റെ അന്തരാളങ്ങളിൽ നിന്നുള്ള നന്ദി രേഖപ്പെടുത്തുകയാണ് ഞാൻ. എന്റെ പ്രസംഗം സാഗൂതം കേട്ട് മഴ പെയ്തപ്പോൾ പോലും ദൂരെ പോകാതെ ഇത് കേൾക്കാൻ കൊതിച്ച നിങ്ങൾക്ക് ഇതൊരു ദൈവത്തിന്റെ സമ്മാനമാണ്. എന്റെ പ്രസംഗത്തിൽ എന്നെയല്ല നിങ്ങൾ ഓർക്കേണ്ടത്, ഞാൻ അവതരിപ്പിച്ച വിഷയങ്ങളെ നിങ്ങൾ ശരിക്കും ഓർക്കുകയും വിലയിരുത്തുകയും പഠിക്കുകയും യഥാർത്ഥ ദൈവത്തിന്റെ മതം സ്വീകരിച്ചില്ലെങ്കിൽ മരണത്തിന് ശേഷം അപകടമുണ്ട്, നരകാഗ്നിയിൽ എത്തരുത് എന്ന് നിങ്ങളോട് താക്കീത് ചെയ്തുകൊണ്ട് പടച്ചതമ്പുരാനെ ഈ അവസരം നൽകിയ നിന്നെ സ്തുതിച്ചുകൊണ്ട്, നിന്നെ എത്ര സ്തുതിച്ചാലും മതി വരില്ല നാഥ എന്നോർമ്മപ്പെടുത്തിക്കൊണ്ട് പടച്ചവനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ കമ്മിറ്റിക്ക് നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഇതൊരു സൗഭാഗ്യമാണ്. നിങ്ങളുടെ ക്ഷേത്രത്തിന്റെ ചരിത്രത്തിൽ ഒരുപക്ഷേ ഈ ഒരു പ്രസംഗം ഏറെ ചിന്തയും ചർച്ചയുമായേക്കാം, അനുകൂലവും പ്രതികൂലവുമായി. എന്തായിരുന്നാലും എന്റെ മനസ്സിലുള്ളത് ഒളിപ്പിച്ചു വെച്ച് കാപട്യം നടിക്കാൻ ഞാൻ ആളല്ല. എന്റെ മനസ്സിലുള്ളതൊന്നും പുറത്തു പറയുന്നത് മറ്റൊന്നുമാകാൻ ഞാൻ കപടനല്ല. എന്റെ ഉള്ളിൽ ഈ പറഞ്ഞതേ ഉള്ളൂ, എന്റെ പുറത്തും ഇതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഉള്ളൊന്ന് വേറെ പുറമെന്ന് വേറെ അത് ഞങ്ങൾക്കറിയില്ല. ഇന്ന് വരെ തീവ്രവാദിയായി ഒരു മുജാഹിദിനെയും
ജയിലടച്ചിട്ടില്ല. സഫാസിനെ, ഫയാസിനെ, മായിദനിയെ, തടിയന്റെ ഇവിടെ നസീറിനെ, അവരൊന്നും മുജാഹിദുകളല്ല, സലഫികളല്ല. അതൊക്കെ മുസ്ലിങ്ങളിൽ ഖുർആൻ പഠിക്കാത്ത, സുന്നത്ത് പഠിക്കാത്ത ആളുകളുടെ വക്താക്കളാണെന്ന് നിങ്ങൾ അറിയുക. മാനവികത ഉണർത്തുന്ന ഉസ്താദിന്റെ അനുയായികളാണ് എന്ന് ചുരുക്കിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കുക. യഥാർത്ഥ മതത്തെ നിങ്ങൾ വിലയിരുത്തുക. സഹോദരങ്ങളായി ജീവിക്കുക, നല്ലതിനു വേണ്ടി ജീവിക്കുക. പ്രപഞ്ചനാഥൻ അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.